ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം കേട്ടോ. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് കളർ ഇറ്റ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കൂ. വീടിന്റെ ഒരു ഭാഗം മാത്രമാണല്ലോ നൽകിയത്. മറുഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്ത് ഈ വീടിന്റെ ചിത്രം പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആ വീടിന് ഭംഗിയായി നിറം നൽകുകയും വേണം. കൂട്ടുകാർക്ക് നല്ല ഭംഗിയായി നിറം നൽകാൻ അറിയാമല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണാം, എഴുതാം. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഷേപ്സ്. ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രത്തിലെ രൂപങ്ങളുടെ എണ്ണം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ നോക്കൂ, സർക്കിൾസ് എത്ര എണ്ണമാണ് ഉള്ളത്? 11 അല്ലേ? ഇനി റെക്ടാങ്കിൾസ് എത്ര എണ്ണമാണുള്ളത്? 8. ഇനി ട്രയാങ്കിൾസ് എത്ര എണ്ണമാണുള്ളത്? 4. ആക്ടിവിറ്റി 2, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നമ്പറുകൾ നിർമ്മിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ മിസ്സിംഗ് കോളംസ്. വിട്ടുപോയിരിക്കുന്ന കോളങ്ങൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, 3 10s ആൻഡ് 4 1s ഈസ് ഈക്വൽ ടു എത്രയാണ്? 34 ആണ്. ഉദാഹരണമായി നൽകിയിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. ഇതേപോലെയാണ് ബാക്കിയുള്ളവ നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. ഇനി സെക്കൻഡ് വൺ, ആദ്യത്തെ ബോക്സിൽ എത്ര 10s ആണുള്ളത്? ഒരു 10 അല്ലേ? ആൻഡ് എത്ര 1s ആണുള്ളത്? 4 1s. 1 10 ആൻഡ് 4 1s ഈസ് ഈക്വൽ ടു 14 ആണ് അല്ലേ? ഇനി തേർഡ് വൺ, ആദ്യത്തെ ബോക്സിൽ എത്ര 10s ആണ് കൂട്ടുകാർ കാണുന്നത്? 2 10s. ആൻഡ് അടുത്ത ബോക്സിൽ ഒന്നും നൽകിയിട്ടില്ല അല്ലേ? എത്രയാണ് ആൻസർ നൽകിയിരിക്കുന്നത്? 23 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര 1s ആയിരിക്കും ആ ബോക്സിൽ ഉണ്ടാവുക? 3 1s ആണ്. 2 10s ആൻഡ് 3 1s ഈസ് ഈക്വൽ ടു 23. ഇനി നെക്സ്റ്റ്, ആദ്യത്തെ ബോക്സിൽ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ആൻഡ് അടുത്ത ബോക്സിൽ എത്ര 1s ആണ് നൽകിയിരിക്കുന്നത്? 4 1s ആണ് അല്ലേ? എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 44 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര 10s ആയിരിക്കും ആദ്യത്തെ ബോക്സിൽ ഉണ്ടാവുക? 4 10s ആയിരിക്കും അല്ലേ? 4 10s ആൻഡ് 4 1 ഈസ് ഈക്വൽ ടു 44. ഇനി നെക്സ്റ്റ്, ആദ്യത്തെ ബോക്സിൽ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ആൻഡ് സെക്കൻഡ് ബോക്സിൽ എത്ര 1s ആണ് നൽകിയിരിക്കുന്നത്? 6 1s ആണ് അല്ലേ? ഇനി എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 36 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബോക്സിൽ എത്ര 10s ആയിരിക്കും ഉണ്ടാവുക? 3 10s ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് മുകളിലുള്ള സംഖ്യകളെല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? 14. അതിനേക്കാൾ വലുത് ഏതാണ്? 23. പിന്നെയോ 34 36 ആൻഡ് 44. ആക്ടിവിറ്റി 3, ഹു ആം ഐ? ഞാൻ ആരാണ്? ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ദ ഫ്ലവർ പോട്ട്. എന്നെ കണ്ടുപിടിച്ച് പൂച്ചട്ടിയിൽ എഴുതൂ. റൈറ്റ് എബൌട്ട് മീ ഓൺ ഫ്ലവേഴ്സ് ഓൾസോ. എന്നെ കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം. ഇവിടെ കൂട്ടുകാർക്ക് എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ബിറ്റ്വീൻ 31 ആൻഡ് 33, 31ന്റെയും 33ന്റെയും ഇടയിലുള്ള സംഖ്യയാണ്. പിന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? 4 ലെസ് ദാൻ 36, 36നേക്കാൾ 4 കുറവാണ്. പിന്നെയോ 2 മോർ ദാൻ 30, 30നേക്കാൾ 2 കൂടുതലാണ്. പിന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 2. ഏത് സംഖ്യയെക്കുറിച്ചായിരിക്കും ഇവയെല്ലാം പറയുന്നുണ്ടാവുക? 32വിനെ കുറിച്ചാണ് അല്ലേ? അതാണ് നമ്മൾ പൂച്ചട്ടിയിൽ എഴുതേണ്ടത്. ഇനി പൂവുകളിൽ നൽകിയതുപോലെ ഒഴിഞ്ഞ പൂവുകളിൽ ഈ സംഖ്യയെക്കുറിച്ച് നമ്മൾ എഴുതി ചേർക്കണം. ഏതെല്ലാം വഴികളിലൂടെ നമ്മൾക്ക് 32വിനെ എഴുതാം? 31 പ്ലസ് 1 8 ലെസ് ദാൻ 40, 4 മോർ ദാൻ 28, 20 പ്ലസ് 12. ഇതേപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ 32വിനെ മാറ്റി എഴുതാം. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. വിട്ടുപോയ സംഖ്യകൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്? 99 100 101. അടുത്ത ലോറിയിൽ നൽകിയിരിക്കുന്ന സംഖ്യ ഏതാണ്? 121. അതിന് മുൻപുള്ളതും അതിന് ശേഷമുള്ളതുമായ സംഖ്യകളാണ് നമ്മൾക്ക് പൂരിപ്പിക്കേണ്ടത്. ഏതെല്ലാമാണ് ആ സംഖ്യകൾ? 120
121 and 122. ഇനി അടുത്ത ലോറിയിൽ ഏതെല്ലാം സംഖ്യകളാണ് നൽകിയിരിക്കുന്നത്? 150, 151. അങ്ങനെയാണെങ്കിൽ അവിടെ വിട്ടുപോയിരിക്കുന്ന നമ്പർ ഏതാണ്? 149. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. താഴെ നൽകിയിരിക്കുന്ന പാറ്റേൺ കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ 110, 120, 130. ഇനി നെക്സ്റ്റ് രണ്ടെണ്ണമാണ് കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടത്. അവിടെ വരേണ്ട സംഖ്യകൾ ഏതെല്ലാമാണ്? 140, 150. ഇനി സെക്കൻഡ് വൺ 160, 150, 140. ഇനി നെക്സ്റ്റ് വരേണ്ട രണ്ട് സംഖ്യകൾ ഏതെല്ലാമാണ്? 130, 120. ഇനി ആക്ടിവിറ്റി 5, ലെറ്റ്സ് ഡ്രോ. വരയ്ക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഡ്രോ ദ മാച്ചിങ് വൺസ്. അനുയോജ്യമായവ തമ്മിൽ യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഷേപ്പ് വരുന്ന വസ്തുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നെക്സ്റ്റ്? അടുത്തതാരാണ് വരേണ്ടത്? ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ കൂട്ടുകാർ നന്നായി നിരീക്ഷിച്ചല്ലോ. ഇനി ടിക്ക് ദ കറക്റ്റ് വൺ. അടുത്തത് ഏതാണെന്ന് വരേണ്ടതെന്ന് നോക്കി ശരിയായതിനു നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായത്? ഡി, നാലാമത് തന്നിരിക്കുന്ന ഓപ്ഷനാണ് ശരിയായിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദ ഓഡ് വൺ. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഒറ്റയാൻ എന്ന് കണ്ടെത്താനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതിനു ചുറ്റും വട്ടം വരയ്ക്കുകയാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഏതാണ് ഒറ്റയാൻ? ചോക്ലേറ്റ് ആണ് അല്ലേ? എന്താണ് കാരണം? മറ്റുള്ളവയെല്ലാം റെക്ടാങ്കുലാർ ഷേപ്പാണ് അല്ലേ? ചോക്ലേറ്റ് ട്രയാങ്കിൾ ഷേപ്പാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.